ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് പോണേ. പെട്ടെന്ന് പോകാനാണ് ഞാനില്ല. ധൃതിക്ക് ഗസ്റ്റ് നമ്മളില്ല. പയ്യെ പോളോ? നമ്മ ഒരു മിനിമം സ്പീഡിലേ പോകുള്ളൂ. കുഴപ്പമില്ല, മതി. ചേട്ടൻ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് തോന്നല്ലോ. കൊറേ കാലമായോ? 50 വർഷം കഴിഞ്ഞില്ലേ? 50 വർഷം കഴിഞ്ഞു. 50 വർഷം എന്ന് പറയുമ്പോ ഇപ്പൊ എത്ര വയസ്സായി? 73 വയസ്സായില്ലേ? 73 വയസ്സായി. 72 കഴിഞ്ഞ് 73 ആയി. വലിയ സ്പീഡില് പോകത്തില്ലേ? മിനിമം സ്പീഡ് ഉള്ളൂ. വലിയ സ്പീഡുള്ളവരും കേട്ടൂല. ഓഫീസിൽ ലേറ്റ് ആയി. അതാ അത് ലേറ്റ് ആയി. നിങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. നിങ്ങൾ ഈ മൊബൈലിൽ നോക്കിയിരുന്ന് നേരം വെളുക്കുന്നവരെ ഉറക്കാണ്ടിരുന്ന് നേരം വെളുത്ത് ഉറങ്ങിയിട്ട് എന്റെ ഓടിയിട്ടുന്ന കാര്യം. സമയങ്ങളിൽ കിടന്ന് നിങ്ങൾ ഉറങ്ങണം. പിള്ളേര് നമുക്കൊരു മിനിമം സ്പീഡ് ഉണ്ട്. ധൃതിക്ക് പോണവരുടെ അടുത്ത വണ്ടി പോയിക്കൊള്ളാൻ പറയും നമ്മൾ. ധൃതിക്കാരെയും നമ്മൾ എടുക്കൂല. അപ്പൊ എത്ര മണിയാകുമ്പോ വരും? 4 മണിയാകുമ്പോ വരും. ഒരു 11 മണി 12 മണിക്ക് 11 മണി മിക്കവാറും 12 മണിക്ക് വീട്ടിലെത്തും. ശരിക്കും പാടല്ലേ ഈ 4 മണിക്കൊക്കെ? നമ്മളത് പണ്ട് പോലെ ശീലിച്ചാണ്. ഇപ്പൊ എങ്ങനെ പോകുന്നു ഓട്ടോ ഒക്കെ? ഓട്ടോ ഒന്നും കൂടെ പോകും. നമ്മളെ പഴയതുപോലെ തന്നെ നമ്മളെ ആവശ്യത്തിന് ഓടിയെടുത്തിട്ട് പോകും. ഓട്ടോയ്ക്ക് പേരൊക്കെ അല്ലേ ട്രെൻഡ് ആവുന്നേ? നമ്മൾ ഈ കാരണന്മാരാകുമ്പോ ഫ്രണ്ട് ഒന്നും വേണ്ട. ഇല്ല, നമുക്ക് ഓടിച്ച് കഞ്ഞി പിടിച്ചാൽ മതി. അതെ. ഊബർ ഒക്കെ അല്ലേ ഇപ്പൊ എല്ലായിടത്തും? ആൾക്കാർ ഊബറാണ് അധികം വിളിക്കുന്നത്. നമ്മളെ വിളിക്കുന്ന ആൾക്കാർ മാത്രം മതി. അതല്ലേ. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി? കാലുവേദന ഇത്തിരി നടന്നു കഴിയുമ്പോ അത് മാറും. വീട്ടിലിരുന്നാ പോരെ? അതൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മുടെ പിള്ളേര് ഉണ്ട് ഇവിടെ. അവര് വീട്ടിൽ ഇരുന്നാ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിഞ്ഞു. രാവിലെ കൊണ്ട് ഓടിയിട്ട് അപ്പൊ തന്നെ കള്ളുപിടിക്കുന്ന അജണ്ട ഉണ്ടാവൂല. ഇതാവുമ്പോ എന്താ വെച്ചാൽ നമുക്ക് എണ്ണ അടിക്കാനുള്ള പൈസയായി, റേഷൻ വാങ്ങാനുള്ള പൈസയായി. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തില് വീട്ടില് വെറുതെ ഇരിക്കല്ലേ, ആരും ഇല്ലല്ലോ. അഡ്രസ് ഇതാണ് ഓട്ടോ ചേച്ചി. നിങ്ങളൊരു വീട്ടിലൊരു കാറ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. ഇതാവുമ്പോ നിങ്ങൾക്ക് വഹിക്കുമ്പോ പോയാൽ മതി, ഇത് നമുക്ക് വഹിക്കുമ്പോ പോയാൽ മതി. ചേച്ചി എന്നെ റോൾ മോഡൽ ആയിട്ട് കാണിച്ചു കൊടുക്കും. കാരണം പുതിയ തലമുറയൊന്നും അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ റോൾ മോഡൽ ആവും ഓട്ടോ ചേച്ചി. ഓട്ടോ ചേച്ചിയാണ്. അപ്പൊ ഇനി നമ്മള് മുന്നോട്ട് അങ്ങനെ പോവല്ലേ? തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെയാണ്. റോഡില് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. ಅಪ್ಪ നമ്മളെ നിർത്തിയാൽ അത് നിന്ന് പോകൂലേ. അതുപോലെ ജീവിതത്തിൽ പോണ പോലെ ആക്സിലേറ്റർ ഇട്ടിട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് പോകും. എന്നെ അങ്ങോട്ട് കയറി കനിവാണന് 10-75 വയസ്സായി. ഇനി ഞാൻ പുള്ളിക്ക് വീട്ടിൽ ഇരിക്കരുത്. അദ്ദേഹത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിക്കണമെന്നാണ്. അവതോളത്തിന് കഷ്ടപ്പെട്ട് പുള്ളിക്ക് മക്കളെ നോക്കി അവിടെ വീട്ടിൽ ഇരുന്നാൽ പോരെ. വണ്ടിപ്പണിയിൽ മുഹമ്മദ് ഹനീഫ ഹാഫ് സെഞ്ചുറി പിന്നിട്ടിരിക്കുകയാണ്. കയ്യിലൊന്നും ഒരു പൈസ വാങ്ങിക്കരുത്, സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിയണം എന്നുള്ള ആഗ്രഹമുള്ളവന് എൻ്റെ പഴയ ഒരു കടമ, പഴയ ഒരു ഇതാണ്. മരിക്കുന്ന കാലം വരെ ഇനി ഒരു 75-80 വയസ്സ് വരെ ഓടിക്കണം എന്നുള്ള നല്ല മനധൈര്യം എനിക്കുണ്ട്. എൻ്റെ കാര്യവും ഗുളികയുടെ കാര്യങ്ങളും വീട്ടു ചെലവും ചില്ലറ കാര്യങ്ങളും എല്ലാം നടന്നു പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് മതി, കൂടുതലൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇനി അങ്ങനെ പഴയതുപോലെ പോകാനൊക്കത്തില്ല. ഇനി ഉള്ളത് കൊണ്ട് എന്നെപ്പോലെ ഉള്ള പ്രായമുള്ള ഒരാൾക്കാർ ചുമ്മാ വീട്ടിൽ ഇരിക്കാതെ എന്തെന്നാലും ജോലി ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കണം.